നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും വി മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3rd സ്റ്റാൻഡേർഡിലെ ഇഫ് അലൈഡ് ജോയിൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഈ ചാപ്റ്ററിൻ്റെ ഇതിനു മുമ്പുള്ള പാട്ടുകളെല്ലാം കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും, അത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ആദ്യം എന്ത് അറിയണം? മൾട്ടിപ്ലിക്കേഷൻ അറിയണം. അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചതിന് ശേഷം വേണം ഈ പാർട്ട് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 72 ഒരു ആക്ടിവിറ്റി ഉണ്ട്. എന്ത് ആക്ടിവിറ്റിയാണ് അറിയാവോ? ഫുട്ബോൾ മാച്ച് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഈ ആക്ടിവിറ്റിയാണ് നമ്മളിന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫുട്ബോൾ മാച്ച്, കൂട്ടുകാരെല്ലാവരും ഫുട്ബോൾ മാച്ച് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഫുട്ബോൾ മാച്ചിൽ പോവാറുണ്ടോ? ഫുട്ബോളൊക്കെ കളിക്കാറുണ്ടോ? ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം. എന്താണ് ആക്ടിവിറ്റി? Football match. For watching a football match, some friends started in 4 cars and 3 auto rickshaws. In each car, 5 persons, in each auto rickshaw, 3 persons. How many persons went for watching the match? ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫുട്ബോൾ മാച്ചാണ് അല്ലേ? ഇപ്പോൾ ഫുട്ബോൾ മാച്ച് കാണാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെല്ലാവരും കൂടെ പുറപ്പെട്ടു. 4 കാറിലും 3 ഓട്ടോറിക്ഷയിലുമായാണ് അവർ പോയത്. ഒരു കാറിൽ 5 പേരും ഓട്ടോയിൽ 3 പേരുമാണ് യാത്ര ചെയ്തത്. അങ്ങനെയെങ്കിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി പേഴ്സൺസ് വെൻറ്റ് ഫോർ വാച്ചിങ് ദ മാച്ച്? എത്ര പേരാണ് മത്സരം കാണാൻ വേണ്ടി പോയത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒത്തിരി കൂട്ടുകാർ ചേർന്നിട്ട് കൂട്ടുകാരെല്ലാവരും കൂടെ എന്തിനു പോയി? ഫുട്ബോൾ മാച്ചിന് പോയി. 2 വാഹനങ്ങളിലായിട്ടാണ് അവർ പോയത് അല്ലേ? ഏതൊക്കെയായിരുന്നു? കാറിലും ഓട്ടോറിക്ഷയിലുമായിട്ടാണ് പോയത്. എത്ര കാറിലാണ് പോയത്? 4 കാർസ് ഉണ്ട് അല്ലേ? 4 കാറിൽ ഓരോ കാറിലും 5 പേഴ്സൺസ് ആണ്. അതായത് 4 കാറിലും പിന്നെ എത്രയാണ്? 3 ഓട്ടോറിക്ഷയിലുമായിട്ടാണ് ഇവർ ഫുട്ബോൾ മാച്ചിന് പോയത്. 4 കാറിലും 3 ഓട്ടോറിക്ഷയിലും. ഓരോ കാറിലും എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4 പേര്. 5 പേഴ്സൺസ് ആണ് ഓരോ കാറിലും ഉള്ളത്. ഓരോ ഓട്ടോറിക്ഷയിലും എത്ര പേരാണുള്ളത്? 3 പേര്. അങ്ങനെയെങ്കിൽ ആകെ എത്ര പേര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക? നമ്മളിത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ കാറാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാറിൽ ആകെ എത്ര പേര് പോയി? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു കാറിൽ പോയ ആളുകളുടെ എണ്ണമാണ് അല്ലെ? ഒരു കാറിൽ എത്ര പേരാണ്? 5 പേരാണ് പോയത്. അങ്ങനെ എത്ര കാറുണ്ട്? 4 കാറുണ്ട് അല്ലെ? ഒരു ഓട്ടോറിക്ഷയിൽ എത്ര പേരാ പോയത്? 3 പേരാണ്. അങ്ങനെ എത്ര ഓട്ടോറിക്ഷ പോയിട്ടുണ്ട്? 3 ഓട്ടോറിക്ഷയാണ് പോയത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാറിൽ ആകെ എത്ര പേരാണ് പോയത് എന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം ഓട്ടോറിക്ഷയിൽ എത്ര പേരാണ് പോയത് എന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 2 എണ്ണം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് കാറിൽ ടോട്ടൽ എത്ര പേരാണെന്ന് കണ്ടുപിടിക്കാം അല്ലെ? ടോട്ടൽ പേഴ്സൺസ് ഇൻ കാർസ് ഈക്വൽ ടു, ഒരു കാറിൽ എത്ര പേരാണ്? 5 പേരാണ് പോയത്. അങ്ങനെ എത്ര കാറുണ്ട്? 4 കാറുണ്ട്. അപ്പൊ എത്ര പേരാണ് ടോട്ടൽ വരിക? 5 പേരാണ് ഒരു കാറിലുള്ളത്. അങ്ങനെ 4 കാറുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5 into 4 എന്ന് എഴുതാം അല്ലെ? 5 into 4 അല്ലെങ്കിൽ 4 into 5 എന്ന് എഴുതാം. 5 into 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 20. ഓക്കെ. അപ്പോൾ കാറിൽ ആകെ ഫുട്ബോൾ മാച്ചിന് വേണ്ടി പോയത് എത്ര പേരാണ്? 20 പേരാണ്. ഇനി ഓട്ടോറിക്ഷയിൽ നോക്കാം. ഓട്ടോറിക്ഷയിൽ ടോട്ടൽ എത്ര പേരാണ് പോയത് എന്നുള്ളത്? ഓട്ടോറിക്ഷയിൽ എത്ര പേരാണ്? ഒരു ഓട്ടോറിക്ഷയിൽ 3 പേരാണ്. അങ്ങനെ എത്ര ഓട്ടോറിക്ഷ പോയി?
3 എണ്ണം അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കണ്ടുപിടിക്കാം? 3 × 3 എന്ന് എഴുതാം അല്ലേ? ഒരു ഓട്ടോറിക്ഷയിൽ 3 പേരാണ്. അങ്ങനെ എത്ര ഓട്ടോറിക്ഷ ഉണ്ട്? 3. അപ്പൊ 3 × 3 ആണ് വരുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? 3 × 3 എന്ന് എഴുതാം. 3 × 3 is equal to എന്താ വരുന്നത്? 9. Therefore total persons is equal to എങ്ങനെ കണ്ടുപിടിക്കാം? Total persons is equal to കാറിൽ പോയവര് എത്രയാ? ടോട്ടൽ 20 ആണ്. 20 പ്ലസ് ഓട്ടോറിക്ഷയിൽ പോയത് 9. 20 + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 29. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 29 എന്ന്. നമ്മൾ എന്താ ചെയ്തത്? ആദ്യം കാറിൽ പോയവരുടെ എണ്ണം എടുത്തു, കണ്ടുപിടിച്ചു. അതിനുശേഷം ഓട്ടോറിക്ഷയിൽ പോയവരുടെ എണ്ണം കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ പേഴ്സൺസ് കിട്ടി. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. School bus. Sabu counted the number of students in the school bus. 6 seats on the right with 3 students each. 5 seats on the left with 2 students each. 4 including myself are standing. What is the total number of students in the bus? In the next stop, students got down from 2 seats on the right and 3 seats on the left. Now, how many students are left in the bus? ഇപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? സാബു കൗണ്ടഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്കൂൾ ബസ്. സാബു സ്കൂൾ ബസ്സിൽ എത്ര പേരുണ്ടെന്ന് കണക്ക് കൂട്ടുകയാണ് അല്ലേ? ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 6 seats on the right with 3 students each. 5 seats on the left with 2 students each. വലതുവശത്ത് 3 പേര് വീതം ഇരിക്കുന്ന 6 സീറ്റ്, ഇടതുവശത്താണെങ്കിൽ 2 പേർ വീതം ഇരിക്കുന്ന 5 സീറ്റും ഉണ്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ ഇൻക്ലൂഡിങ് മൈസെൽഫ് ആർ സ്റ്റാൻഡിങ്. ഫോർ ഇൻക്ലൂഡിങ് അതായത് ഞാൻ ഉൾപ്പെടെ 4 പേരാണ് നിൽക്കുന്നത്, ബസ്സിൽ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ബസ്? ബസ്സിലെ ആകെ കുട്ടികളുടെ സ്റ്റുഡൻസിൻ്റെ എണ്ണം എത്രയാണ് എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെന്താണ്? ഇൻ ദ നെക്സ്റ്റ് സ്റ്റോപ്പ് സ്റ്റുഡൻസ് ഗോട്ട് ഡൗൺ ഫ്രം 2 seats ഓൺ ദ റൈറ്റ് ആൻഡ് 3 seats ഓൺ ദ ലെഫ്റ്റ്. അടുത്ത സ്റ്റോപ്പിൽ ബസ് നിന്നപ്പോൾ 3 പേര് വീതം ഇരിക്കുന്ന 2 സീറ്റിൽ നിന്നും 2 പേർ വീതം ഇരിക്കുന്ന 3 സീറ്റിൽ നിന്നും കുട്ടികൾ ഇറങ്ങി. അങ്ങനെയെങ്കിൽ എന്താണ്? നൗ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ലെഫ്റ്റ് ഇൻ ദ ബസ്? ഇപ്പോൾ എത്ര പേര് ബസ്സിലുണ്ട് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സ്കൂൾ ബസ്സാണ്, കൂട്ടുകാരും സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാവും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ബസ്സിനകത്ത് എത്ര സീറ്റുകൾ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി കയറുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. എത്ര സീറ്റുകളുണ്ട്, ഓരോ സീറ്റിലും എത്ര കുട്ടികളാണ്, 2 റോ ആയിട്ടാണ് സീറ്റുകൾ ഇട്ടിരിക്കുന്നത്, എത്ര റോ ആയിട്ടാണ് സീറ്റുകൾ ഇട്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടുകാരെ ശ്രദ്ധിക്കാം. എന്നിട്ട് ഇതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് 2 രൂപത്തിലാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ? ബസ്സിലെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. അതിൽ 6 seats ഓൺ ദ റൈറ്റ് വിത്ത് 3 students ഈച്ച്. അതായത് റൈറ്റ് സൈഡിൽ 6 seats ഉണ്ട്, 6 സീറ്റുകളാണ്. എത്ര കുട്ടികൾക്കാണ് ഇരിക്കാൻ പറ്റുക? വിത്ത് 3 students ഈച്ച്. ഓരോന്നിലും 3 കുട്ടികളാണ് ഇരിക്കുന്നത് അല്ലെ? 6 സീറ്റുകളുണ്ട്, 3 കുട്ടികൾ ഇരിക്കുന്നു. ഇനിയോ 5 seats ഓൺ ദ ലെഫ്റ്റ് വിത്ത് 2 students ഈച്ച്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് 5 seats ആണ്, 5 സീറ്റുകളാണ് അല്ലെ? ഓരോ സീറ്റിലും എത്ര കുട്ടികൾ വീതമാണ് ഇരിക്കുന്നത്? 2 students ഈച്ച് അല്ലെ? 2 കുട്ടികൾ വീതമാണ് ഇരിക്കുന്നത്. അങ്ങനെ പിന്നെയോ സ്റ്റാൻഡിങ് 4 സീറ്റ് ഇല്ലാത്തത് കൊണ്ട് നിൽക്കുന്ന 4 കുട്ടികളുണ്ട്, സ്റ്റുഡൻസും ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ ബസ്സിൽ ഇപ്പോൾ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാം. അതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലെ? അതവിടെ ഇരിക്കട്ടെ, നമ്മൾ ആദ്യത്തെ നോക്കാം. അപ്പൊ ഇതിനകത്ത് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. റൈറ്റ് സൈഡിൽ എത്ര സീറ്റ് ഉണ്ട്? 6 സീറ്റ് ആണ്, 6 സീറ്റ് ഉണ്ട് അല്ലെ? അതിൽ എത്ര പിള്ളേർ വീതമാണ്? 3 students ഈച്ച്. ഓരോന്നിലും 3 കുട്ടികൾ വീതമാണുള്ളത് അല്ലെ? അല്ലെങ്കിൽ 3 വിദ്യാർത്ഥികൾ വീതമാണുള്ളത്. അപ്പൊ 6 സീറ്റ്, ഓരോന്നിലും 3 കുട്ടികൾ. അപ്പം 6 times 3 എന്ന് പറയാം, അല്ലെങ്കിൽ 3 times 6 എന്നും പറയാം
അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 6 into 3 അല്ലെ? 3 സ്റ്റുഡൻസിന്റെ എത്ര സീറ്റാണ് വരുന്നത്? 6 സീറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ 6 into 3 is equal to 3 വരുന്നത് 18. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് 18 സ്റ്റുഡൻസ് ആണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാം. ലെഫ്റ്റ് സൈഡിൽ 5 സീറ്റ്സ് ആണ്, 5 സീറ്റ് ആണ് ഉള്ളത്. ഓരോന്നിലും 2 കുട്ടികൾ വീതമാണ്. 2 സ്റ്റുഡൻസ് ഈച്ച് എന്നാണ് പറഞ്ഞത്. 2 സ്റ്റുഡൻസിന്റെ എത്ര സീറ്റുകളാണ് ഉള്ളത്? 5 സീറ്റ്സ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? 5 into 2 എത്ര വരിക? 10. ഓക്കെ, യെസ്. ഇനി 4 പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസിനെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? Therefore total students is equal to students in the bus is equal to. അങ്ങനെ കണ്ടുപിടിക്കും നമുക്ക്. റൈറ്റ് സൈഡിലുള്ള സീറ്റിൽ ഇരിക്കുന്ന 18, ലെഫ്റ്റ് സൈഡിലെ സീറ്റിൽ ഇരിക്കുന്നത് 10, പിന്നെ സ്റ്റാൻഡിങ്ങിൽ 4 കുട്ടികളും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി, നമുക്ക് ടോട്ടൽ കിട്ടും അല്ലെ? യെസ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. 18 plus 10 plus 4. ഇതെങ്ങനെ വന്നു മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? 18 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ സീറ്റിലിരിക്കുന്ന കുട്ടികളുടെ എണ്ണം, 10 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന കുട്ടികളുടെ എണ്ണം, പിന്നെയോ ബസ്സിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്, സ്റ്റാൻഡിങ്ങിൽ ഉള്ളത് 4. അപ്പോൾ 18 plus 10 plus 4 that is equal to എങ്ങനെ വരും? 18 plus 10 28 plus 4 32. Therefore 32 സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ബസ്സിലുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടി. ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ദ ബസ് ഇസ് ഈക്വൽ ടു എത്ര വരുന്നത്? 32. ഇനി ഇതിനകത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത സ്റ്റോപ്പ് ആയപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അല്ലെ? എത്ര പേര് വീതമാണ് ഇറങ്ങിയത്? 2 സീറ്റ്സ് ഓൺ ദ റൈറ്റ്, 3 സീറ്റ്സ് ഓൺ ദ ലെഫ്റ്റ്. അതായത് റൈറ്റ് സൈഡിൽ നിന്നുള്ള 2 സീറ്റിലുള്ള കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3 സീറ്റിലുള്ള കുട്ടികളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഇപ്പോൾ എത്ര കുട്ടികളാണ് ബസ്സിലുള്ളത്? അപ്പൊ നമുക്കറിയാം, റൈറ്റ് സൈഡിലുള്ള ഒരു സീറ്റിൽ എത്ര കുട്ടിയാണ്? 3 കുട്ടികളാണ് അല്ലെ? അപ്പോൾ ഇവിടെ എത്ര സീറ്റിൽ നിന്നാണ് ഇറങ്ങിയത്? 2 സീറ്റിൽ നിന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ ടോട്ടൽ എത്ര വരും? 3 into 2 എന്താ വരിക? 6 അല്ലെ? 6 കുട്ടികളാണ് റൈറ്റ് സൈഡിലെ സീറ്റിൽ നിന്ന് ഇറങ്ങിയത്. ഇനി 3 സീറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞത്, ലെഫ്റ്റ് സൈഡിലുള്ള സീറ്റിൽ നിന്ന് 2 സീറ്റിലെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു സീറ്റിൽ എത്ര കുട്ടിയാണുള്ളത്? 2 കുട്ടിയാണ്. അങ്ങനെ എത്ര സീറ്റിൽ നിന്നാണ് ഇറങ്ങിയത്? 3 സീറ്റിൽ നിന്നാണ് ഇറങ്ങിയത്. 2 സീറ്റിൽ നിന്നല്ല, 3 സീറ്റിൽ നിന്ന് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്ര കുട്ടികളാണ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവുക? 2 into 3 equal to 6 അല്ലെ? 2 ആൻസറും സെയിം തന്നെയാണ്. ആദ്യം 2 സീറ്റിൽ നിന്ന് 3 കുട്ടികൾ വീതമാണ് ഇറങ്ങിയത്. അപ്പൊ നമുക്ക് 3 into 2 is equal to 6 എഴുതി. പിന്നെയോ 3 സീറ്റിൽ നിന്ന് 2 കുട്ടികൾ വീതമാണ്. അപ്പൊ 2 into 3 is equal to 6 എഴുതി. അപ്പൊ ടോട്ടൽ എത്ര കുട്ടികളാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്? 6 plus 6 12. 12 കുട്ടികളാണ് ബസ്സിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയത്. അപ്പോൾ ബസ്സിൽ ഇപ്പോൾ എത്ര സ്റ്റുഡൻസ് ആണ് ഉണ്ടാവുക? സ്റ്റുഡൻസ് ഓൺ ദ ബസ് നൗ is equal to സ്റ്റുഡൻസ് ഇൻ ദ ബസ് now is equal to students in the bus now is equal to നേരത്തെ ഉണ്ടായിരുന്ന എത്രയായിരുന്നു? 32 ആയിരുന്നു. അതിൽ നിന്ന് ചെയ്യണം 12 സ്റ്റുഡൻസിനെ മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 32 minus 12 is equal to എന്ത് വരും? 20. അപ്പോൾ ഇപ്പോൾ ആ ബസ്സിലുള്ള കുട്ടികളുടെ എണ്ണം എത്രയാ? അടുത്ത സ്റ്റോപ്പിൽ കുട്ടികൾ ഇറങ്ങിയപ്പോൾ ബസ്സിൽ എത്ര പിള്ളേരായി? 20 സ്റ്റുഡൻസ് ആയി. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 73 ഒരു 4 ക്വസ്റ്റ്യൻസ് ഇരിക്കുന്നുണ്ട്. അതിൽ ഓരോ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. I bought 6 packets with 3 biscuits each. What is the total number of biscuits I bought? എന്താ പറഞ്ഞിരിക്കുന്നത്? I bought 6 packets. ഞാൻ വാങ്ങിയിരിക്കുന്നത് എന്താണ്? 6 പാക്കറ്റ് ആണ്. വിത്ത് 3 ബിസ്ക്കറ്റ്സ് ഈച്ച്. 3 ബിസ്ക്കറ്റ് വീതമുള്ള 6 പാക്കറ്റുകളാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബിസ്ക്കറ്റ്സ് ഐ ബോട്ട്? അങ്ങനെയെങ്കിൽ ഞാൻ വാങ്ങിയിരിക്കുന്ന ആകെ ബിസ്ക്കറ്റുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പാക്കറ്റിനകത്ത് എത്ര ബിസ്ക്കറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്?
3 ബിസ്ക്കറ്റ്സ്. അങ്ങനെ എത്ര പാക്കറ്റുകളുണ്ട്? 6 പാക്കറ്റ്സ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റും അല്ലേ? ടോട്ടൽ ബിസ്ക്കറ്റ്സ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാൻ പറ്റും? ടോട്ടൽ ബിസ്ക്കറ്റ്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ 3 ബിസ്ക്കറ്റ്സ് ആണ് ഒരു പാക്കറ്റിൽ ഉള്ളത്. അങ്ങനെ എത്ര പാക്കറ്റ് ഉണ്ട്? 6 പാക്കറ്റ്സ്. അപ്പൊ അതായത് 3 എത്ര ടൈംസ് വരുന്നുണ്ട്? 6 ടൈംസ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6 into 3, 6 times 3, that is 6 into 3. 6 into 3 എത്രയാണ്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ച കൂട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. 6 into 3 is equal to 18. Yes, therefore I bought biscuits, total biscuits I bought is equal to 18. വളരെ സിമ്പിൾ ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. When the teacher divided the students into 5 groups of 4 each, one student was left out. When they were divided into 4 groups of 5 each, then also one student was left out. What is the total number of students? ഇപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പാക്കി മാറ്റുകയാണ്. എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്? 4 പേര് വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കി മാറ്റിയപ്പോൾ ഒരു കുട്ടി ബാക്കി വന്നു. ഇനി ടീച്ചർ എന്ത് ചെയ്തു? പിന്നീട് ചെയ്തത് 5 കുട്ടികൾ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കി മാറ്റി. അപ്പോഴും ഒരു കുട്ടി ബാക്കി വന്നു. അങ്ങനെയെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ ടീച്ചർ ഗ്രൂപ്പ് ആക്കിയത് 5 groups of 4 each ആണ് ആദ്യം ചെയ്തത് അല്ലെ? 5 ഗ്രൂപ്പ് ആക്കി മാറ്റി. 4 കുട്ടികൾ വീതമുള്ള 5 ഗ്രൂപ്പ് ആക്കി മാറ്റിയപ്പോൾ അതിൽ ഒരു കുട്ടി ബാക്കി വന്നു അല്ലെ? അപ്പൊ ഒരു കുട്ടി പുറത്തു വന്നു. ഇനിയോ 4 groups of 5 each ആയപ്പോഴോ 4 ഗ്രൂപ്പ് ആക്കി, 5 കുട്ടികൾ വീതമുള്ള 4 ഗ്രൂപ്പ് ആക്കി മാറ്റി. അപ്പോഴും എന്താ സംഭവിച്ചത്? ഒരു കുട്ടി പുറത്തായി. അങ്ങനെയെങ്കിൽ എത്ര കുട്ടികളാണ് ടോട്ടൽ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ആദ്യം എന്താ ചെയ്തിരിക്കുന്നത്? 5 groups of 4 ആണ് പറഞ്ഞിരിക്കുന്നത്. 5 groups of 4 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 4ന്റെ 5 ഗ്രൂപ്പ്സ് ആണുള്ളത്. 4 എത്ര ടൈംസ് വരുന്നു? 5 ടൈംസ്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 into 4. 5 into 4 is equal to എന്താണ്? 20. അതായത് 5 groups of 4 is equal to എന്താ വരിക? 5 into 4 ആണ്. ദാറ്റ് ഈസ് 20. ഇതിന്റെ കൂടെ അപ്പോഴെന്തുണ്ട്? ഒരു കുട്ടി ബാക്കി വന്നിട്ടുണ്ട്, പുറത്തു നിന്നിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയും കൂടെ കൂട്ടി കഴിഞ്ഞാൽ എന്ത് വരും? 20 plus 1 is equal to 21 സ്റ്റുഡൻസ് ആണ് അല്ലെ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ അനുസരിച്ചാണെങ്കിലോ 4 groups of 5 each എന്നാ പറഞ്ഞിരിക്കുന്നത്. 5 കുട്ടികൾ വീതമുള്ള 4 ഗ്രൂപ്പാണ് പറഞ്ഞത്. 4 groups of 5 each, 5 എണ്ണം വീതമുള്ള എത്ര ഗ്രൂപ്പ്സ് വരുന്നുണ്ട്? 4 ഗ്രൂപ്പ്സ് ആണ് വരുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 into 5 എന്ന് എഴുതാം അല്ലെ? 4 into 5 is equal to എന്താ വരുന്നത്? നേരത്തെ 5 into 4 എന്ന് പറഞ്ഞാലും 4 into 5 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? 20 ആണ് അല്ലെ? യെസ്. ഇനി ഒരു കുട്ടി നേരത്തെ അപ്പോഴും എന്ത് സംഭവിച്ചിട്ടുണ്ട്? 1 സ്റ്റുഡന്റ് ലെഫ്റ്റ് ഔട്ട് എന്നാ പറഞ്ഞത് അല്ലെ? അപ്പോൾ 20 plus 1 is equal to എന്ത് വരുന്നു? 21. സോ ആ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 21 ആണ്. അതായത് 5 groups of 4 ആക്കിയപ്പോഴും 4 groups of 5 ആക്കിയപ്പോഴും ഓരോ കുട്ടി വീതം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയാണ് വരുന്നത്? 21. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When 5 benches were occupied, each by 5 students, 5 were left out. Then how many students are there altogether? If each bench is to be occupied by 5 students with no one left out, then how many benches are needed? എന്താ പറഞ്ഞിരിക്കുന്നത്? When 5 benches were occupied, each by 5 students, 5 were left out. എന്ന് പറഞ്ഞാൽ 5 ബെഞ്ചിൽ 5 കുട്ടികൾ വീതം ഇരുന്നപ്പോൾ 5 പേര് ബാക്കിയായി. എങ്കിൽ കുട്ടികളുടെ ആകെ എണ്ണം എത്ര എന്നുള്ളതാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. പിന്നെയോ 5 പേർ വീതം എല്ലാവർക്കും ഇരിക്കണമെങ്കിൽ എത്ര ബെഞ്ചുകൾ വേണം എന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ഈച്ച് ബെഞ്ച് ഈസ് ടു ബി ഓക്യുപ്പൈഡ് ബൈ 5 സ്റ്റുഡൻസ് വിത്ത് നോ വൺ ലെഫ്റ്റ് ഔട്ട്,
then how many benches are needed? കൂട്ടുകാർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ്. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? 5 ബെഞ്ചിൽ 5 സ്റ്റുഡൻസ് 5 സ്റ്റുഡൻസ് വീതം ഇരുന്നപ്പോൾ 5 പേര് ബാക്കിയായി എന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കുട്ടികളുടെ ആകെ എണ്ണം എത്ര? പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഓരോ ബെഞ്ചിലും 5 സ്റ്റുഡൻസ് വീതം ഇരിക്കണമെങ്കിൽ എത്ര ബെഞ്ചുകൾ കൂടി വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. ആകെ എത്ര സ്റ്റുഡൻസ് ആണ് എന്നുള്ളത് അല്ലെ? 5 ബെഞ്ചസ് ഈച്ച് 5 സ്റ്റുഡൻസ് എന്നാണ്. 5 ബെഞ്ചാണുള്ളത്. ഓരോ ബെഞ്ചിലും എത്ര സ്റ്റുഡൻസ് വീതമാണ്? 5 സ്റ്റുഡൻസ് വീതമാണ്. അപ്പൊ 5 സ്റ്റുഡൻസ് ആണ് ഒരു ബെഞ്ചിൽ ഇരിക്കുന്നത്. അങ്ങനെ എത്ര ബെഞ്ചുകളുണ്ട്? 5. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? therefore total students is equal to എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ സ്റ്റുഡൻസ് is equal to ഒരു ബെഞ്ചിൽ 5 സ്റ്റുഡൻസ് ആണ്. അങ്ങനെ എത്ര ബെഞ്ച് ഉണ്ട്? 5 ബെഞ്ചസ്. അപ്പോൾ എത്ര പേര് പുറത്തുണ്ട്? ബെഞ്ചിൽ ഇരിക്കാൻ പറ്റാതെ 5 പേരും ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ 5 സ്റ്റുഡൻസ് ആണ് ഒരു ബെഞ്ചിൽ. അങ്ങനെ എത്ര ബെഞ്ചുണ്ട്? 5. ദാറ്റ് ഈസ് 5 ടൈംസ് ഓഫ് 5 ആണ്. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ എഴുതാം 5 into 5. ഈ ആൻസറിനോട് 5 പേര് പുറത്തുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ആ 5 പേരെയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അതായത് ഈ 5 സ്റ്റുഡൻസ് ഈച്ച് ബെഞ്ച് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പോൾ 5 ടൈംസ് ഓഫ് 5 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 5 into 5. ആ സമയത്ത് 5 പേര് പുറത്ത് ബെഞ്ചിൽ ഇരിക്കാൻ സ്ഥലം ഇല്ലാതിരിക്കുന്നുണ്ട് അല്ലെ? അവർ 5 പേരെയും നമ്മൾ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 5 എന്ന് പറഞ്ഞാൽ എന്താ? 5 into 5 25. 25 പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു 5 കൂടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. therefore ടോട്ടൽ സ്റ്റുഡൻസ് നമ്മൾ കണ്ടുപിടിച്ചു 30 ആണെന്ന് കണ്ടെത്തി അല്ലെ? യെസ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓരോ ബെഞ്ചിലും 5 പേർ വീതം ഇരിക്കണമെങ്കിൽ ഇനി എത്ര ബെഞ്ച് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഓരോ ബെഞ്ചിലും 5 പേര് വീതം ഇരുന്നപ്പോൾ എത്ര പേരാണ് പുറത്തുള്ളത്? 5 പേരാണ്. അപ്പൊ അവർക്ക് വേണ്ടി എത്ര ബെഞ്ച് കൊണ്ടുവരണം? ഇനി ഒരു ബെഞ്ചും കൂടെ. അപ്പൊ ടോട്ടൽ എത്ര ബെഞ്ചാണ് വേണ്ടത് എല്ലാവർക്കും കൂടി ഇരിക്കാൻ? ഒരു ബെഞ്ചില് 5 പേർ വീതം ഇരിക്കണമെങ്കിൽ 30 കുട്ടികൾക്ക് 30 സ്റ്റുഡൻസിന് ഇരിക്കാൻ എത്ര ബെഞ്ച് വേണം? യെസ്, എന്താ വരുന്നത്? 6 ബെഞ്ചസ് ആണ് അല്ലെ? യെസ്. ഇതെങ്ങനെ കിട്ടുന്നത് നമുക്ക്? ഒരു ബെഞ്ചില് 5 സ്റ്റുഡന്റ് ആണ് അല്ലെ? അങ്ങനെ എത്ര ബെഞ്ചുണ്ട്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എത്ര വരേണ്ടത്? 30 ആണ്. അപ്പോൾ ഏതോ ഒരു നമ്പറിനോട് 5 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 30 കിട്ടണം. ആ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലെ? എത്ര ടൈംസ് ആണ് വരുന്നതെന്ന് അറിയില്ല. ഒരു ബെഞ്ചില് 5 പേരാണ്. അങ്ങനെ എത്ര ബെഞ്ചാണെന്നുള്ളത് അറിയില്ല. പക്ഷെ ടോട്ടൽ എത്ര വരുന്നത്? 30 ആണ്. 30 സ്റ്റുഡൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് അറിയാമെങ്കിൽ 1 into 5 എന്ന് പറഞ്ഞാൽ 5 ആണ്. 2 into 5 10, 3 into 5 15, 4 into 5 20, 5 into 5 25, 6 into 5 30. ഉണ്ടോ? ഇവിടെ ഡാഷ് ഇൻറ്റു 5 is equal to 30 ആണ് വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു 6 into 5 30 ആണ്. ദാറ്റ് ഈസ് 6 into 5 is equal to 30 ആണ്. അപ്പോൾ എത്ര ബെഞ്ചാണ് വേണ്ടത്? 6 ബെഞ്ചസ്. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Ragi bought 4 notebooks and 6 pens. Cost of a notebook is 6 rupees and that of a pen is 3 rupees. For her brother, she bought 6 pencils each costing 2 rupees and 4 notebooks costing 5 rupees each. If she gave 100 rupees to the shopkeeper, what amount did she get back? ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? രാഗി ബോട്ട് 4 നോട്ട്ബുക്സ് ആൻഡ് 6 പെൻസ്. രാഗി 6 രൂപ വിലയുള്ള 4 നോട്ട്ബുക്കുകളും 3 രൂപ വിലയുള്ള 6 പേനയും വാങ്ങി. പിന്നെയോ അവളുടെ ബ്രദറിന് വേണ്ടിയിട്ട് 2 രൂപ വിലയുള്ള 6 പെൻസിലും 5 രൂപ വിലയുള്ള 4 നോട്ട്ബുക്കും വാങ്ങി. അങ്ങനെയെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? If she gave 100 rupees to the shopkeeper, what amount did she get back? അവൾ 100 രൂപ ഷോപ്കീപ്പർക്ക് കൊടുത്തു എങ്കിൽ എത്ര രൂപയാണ് ബാക്കി കിട്ടുക, അല്ലെങ്കിൽ ബാക്കി കിട്ടിയത് എത്ര രൂപയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 100 രൂപയാണ് രാഗി കൊടുത്തത്. എത്ര രൂപയാണ് ഈ സാധനങ്ങളെല്ലാം മേടിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപയാണ്
തിരിച്ച് ബാക്കിയായിട്ട് കിട്ടുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ്. രാഗി മേടിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? 4 നോട്ട്ബുക്സും 6 പെന്നുമാണ് അവൾക്ക് വേണ്ടി വാങ്ങിയത്. അവളുടെ ബ്രദറിന് വേണ്ടി വാങ്ങിയതോ 6 പെൻസിൽസും 4 നോട്ട്ബുക്സുമാണ്. അങ്ങനെയെങ്കിൽ അവള് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഷോപ്പ് കീപ്പർ ബാക്കി എത്ര രൂപയാണ് രാഗിക്ക് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം അല്ലെ? രാഗി വാങ്ങിയിരിക്കുന്ന നോട്ട്ബുക്കിന് 6 റുപ്പീസ്, രാഗിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിരിക്കുന്ന നോട്ട്ബുക്സിന് 6 റുപ്പീസും പേനയ്ക്ക് 3 റുപ്പീസും ആണ്. ബ്രദറിന് വേണ്ടി വാങ്ങിയത് പെൻസിലും നോട്ട്ബുക്കും ആണ്. ബ്രദറിന് വേണ്ടി വാങ്ങിയ നോട്ട്ബുക്കിന്റെ വില 5 റുപ്പീസ് ആണ്, ഒരെണ്ണത്തിന്റെ വില. പെൻസിലിന് 2 റുപ്പീസും ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? രാഗിക്ക് വേണ്ടി വാങ്ങിയ അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാം. രാഗിക്ക് വേണ്ടി വാങ്ങിയത് എന്തൊക്കെയാണ്? 4 നോട്ട്ബുക്സ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് 4 നോട്ട്ബുക്സ് കാണാം. കോസ്റ്റ് ഓഫ് 4 നോട്ട്ബുക്സ് ഈക്വൽ ടു എത്രയാ? ഒരെണ്ണത്തിന്റെ വില വരുന്നത് 6 റുപ്പീസ് ആണ്. അങ്ങനെ എത്ര നോട്ട്ബുക്ക് മേടിച്ചു? 4 എണ്ണം മേടിച്ചിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 ടൈംസ് 6 വരുന്നത്, ദാറ്റ് ഈസ് 4 into 6. 4 into 6 is equal to എന്താ വരുന്നത്? 24 റുപ്പീസ്. ഓക്കെ. അപ്പൊ കോസ്റ്റ് ഓഫ് നോട്ട്ബുക്ക് കിട്ടി, രാഗിക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് പെൻ ആണ്. കോസ്റ്റ് ഓഫ് പെൻസ് ഈക്വൽ ടു എത്ര പേനയാണ് മേടിച്ചിരിക്കുന്നത്? 6 പേന മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ വില എത്രയാണ്? 3 റുപ്പീസ്. അപ്പോൾ 3 എത്ര ടൈംസ് വരുന്നുണ്ട്? 6 ടൈംസ്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? 6 into 3. 6 into 3 is equal to 18 റുപ്പീസ്. അപ്പോ രാഗിക്ക് വേണ്ടി വാങ്ങിയ പേനയുടെയും അതുപോലെ നോട്ട്ബുക്കിന്റെയും വില നമുക്ക് കണ്ടുപിടിച്ചു അല്ലെ? അങ്ങനെയെങ്കിൽ ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. എത്രയാ ടോട്ടൽ വരിക? ടോട്ടൽ is equal to 24 plus 18. 24 plus 18 is equal to എന്ത് വരും? 42 ആണ് വരുന്നത്. 42 റുപ്പീസ്. ഓക്കെ. അപ്പൊ രാഗിക്ക് വേണ്ടിയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രാഗിയുടെ ബ്രദറിന് വേണ്ടിയിട്ട് സാധനം മേടിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇനി അതിന്റെ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ബ്രദറിന് വേണ്ടി വാങ്ങിയത് എന്തൊക്കെയാണ്? 6 പെൻസിൽസ് ആണ് അല്ലെ? കോസ്റ്റ് ഓഫ് 6 പെൻസിൽസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 6 പെൻസിൽസ് ഈക്വൽ ടു ഒരു പെൻസിലിന്റെ കോസ്റ്റ് എത്രയാണ് വരുന്നത്? 2 റുപ്പീസ് ആണ്. അങ്ങനെ എത്ര പെൻസിലാണ് മേടിച്ചിരിക്കുന്നത്? 6. അപ്പോൾ 6 ടൈംസ് ആണ് 2 വരുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? 6 into 2. 6 into 2 is equal to 12 റുപ്പീസ്. അപ്പൊ പെൻസിലിന്റെ വില കിട്ടി. ഇനി എന്താ മേടിച്ചിരിക്കുന്നത്? 4 നോട്ട്ബുക്സ് ഉണ്ട് അല്ലെ? അപ്പോൾ കോസ്റ്റ് ഓഫ് 4 നോട്ട്ബുക്സ് is equal to കോസ്റ്റ് ഓഫ് 4 നോട്ട്ബുക്സ് is equal to രാഗിയുടെ ബ്രദറിന് വേണ്ടി വാങ്ങിയ ഒരു നോട്ട്ബുക്കിന്റെ വില എത്രയാണ്? 5 റുപ്പീസ്. 5 രൂപയുടെ നോട്ട്ബുക്കാണ് ബ്രദറിന് വേണ്ടി വാങ്ങിയത്. പക്ഷെ രാഗിക്ക് വേണ്ടി വാങ്ങിയത് എത്രയാണ്? ഒരു നോട്ട്ബുക്കിന്റെ വില 6 ആയിരുന്നു. അപ്പൊ ബ്രദറിന് വേണ്ടി എത്ര നോട്ട്ബുക്കാണ് വാങ്ങിയത്? 4 നോട്ട്ബുക്സ്. അപ്പോൾ ഒരു നോട്ട്ബുക്കിന്റെ വില 5 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 into 5. 4 into 5 എന്താണ്? 20 ആണ് വരുന്നത്. യെസ്, 20 റുപ്പീസ്. 20 റുപ്പീസ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാം അല്ലെ? ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്താണ്? 12 plus 20. 12 plus 20 ഈക്വൽ എന്ത് വരുന്നു? 32 റുപ്പീസ്. ഓക്കെ. അപ്പോൾ രാഗിക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളുടെ ടോട്ടൽ 42 റുപ്പീസും രാഗിയുടെ ബ്രദറിന് വേണ്ടി വാങ്ങിയ സാധനങ്ങളുടെ ടോട്ടൽ റേറ്റ് വരുന്നത് 32 റുപ്പീസുമാണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ടോട്ടൽ കോസ്റ്റ് is equal to 42 plus 32. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് is equal to എങ്ങനെ കാണാം? രാഗിക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളുടെ റേറ്റ് 42 പ്ലസ് രാഗിയുടെ ബ്രദറിന് വേണ്ടി വാങ്ങിയത് 32. That is equal to 42 plus 32 74 റുപ്പീസ് ആണ്. 74 റുപ്പീസ്. ഓക്കെ. അപ്പോൾ രാഗി വാങ്ങിയ ആകെ സാധനങ്ങളുടെ വില എത്രയാണ്? 74 റുപ്പീസ് ആണ്. രാഗി കൊടുത്തത് എത്ര രൂപയാണ്? 100 റുപ്പീസ് ആണ്. അങ്ങനെയെങ്കിൽ ഷോപ്പ് കീപ്പർ ബാക്കി എത്ര കൊടുക്കണം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? 100ൽ നിന്ന് 74 മൈനസ് ചെയ്താൽ മതി അല്ലെ? ദാറ്റ് ഈസ് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? 100
മൈനസ് 74 അല്ലെ? ടോട്ടൽ കോസ്റ്റ് വരുന്നത് 74 ആണ്. 100 മൈനസ് 74. 100ൽ നിന്ന് 74 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 26 rupees. ഓക്കെ, അപ്പോൾ രാഗിക്ക് ഷോപ്പ് കീപ്പർ തിരിച്ച് എത്ര രൂപയാണ് ബാലൻസ് കൊടുക്കുക? 26 rupees. ഓക്കെ, അപ്പോൾ ഇനി കൂട്ടുകാർക്കുള്ള ആക്ടിവിറ്റീസ് ആണ്. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, രാമു ബോട്ട് 7 packets with 4 pencils each. What is the total number of pencils Ramu bought? First activity ഇതാണ്. Second one, there are 7 groups. Each group contains 6 balls. What is the total number of balls? Second activity. ഇനി third activity നോക്കാം. Raju bought 3 balls and 6 notebooks. Cost of a ball is 8 rupees and cost of a notebook is 7 rupees. Find out the total cost. അപ്പോൾ ഈ 3 ആക്ടിവിറ്റീസിന്റെയും ആൻസർ കൂട്ടുകാർ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.